ഇത്രയും ദിവസമായിട്ട് മാധ്യമങ്ങൾ ഈ വാർത്ത ഫ്ലാഷ് ചെയ്യാണ്. ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം അതേ പറയണ്ടേ? അടിയന്തരാവസ്ഥ കാലത്ത് വൈലോപ്പള്ളി എഴുതിയതുപോലെ മിണ്ടുക മഹാമുനെ എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടാനുള്ളത്. അങ്ങ് വാ തുറക്കണം. വാ തുറന്നാൽ കുഴപ്പമാണ്. ഈ തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകരെ എന്തൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞത്? തീറ്റ പണ്ടാരങ്ങളാണ്. അമ്മാതിരി ആക്ഷേപങ്ങൾ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട്, കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉണ്ടായപ്പോൾ അതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പറഞ്ഞത് എന്താ? മാറൂ, പോലീസില്ലേ, എന്റെ വഴി ക്ലിയർ ചെയ്യൂ എന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണെങ്കിൽ, ജനങ്ങളോട് പ്രതിപത്തിയുള്ള ഒരാളാണെങ്കിൽ അത്തരത്തിൽ ഒരിക്കലും സുരേഷ് ഗോപി പ്രതികരിക്കുമായിരുന്നില്ല. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, മിസ്റ്റർ സുരേഷ് ഗോപി, അങ്ങ് ചക്രവർത്തി പദത്തിൽ ഒന്നുമല്ല ഇരിക്കുന്നത്. ഇവിടത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇതുപോലെ പല ആളുകളെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോ ശ്രീ നരേന്ദ്രമോദിയുടെ അധികാരത്തിന്റെ പിൻബലത്തിൽ നിങ്ങൾ അധികാര ശ്രേണിയിൽ ഇരുന്നു കൊണ്ട് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു. പാവപ്പെട്ട മനുഷ്യർക്കെതിരായിട്ട്, അത് പട്ടികജാതിയിൽപ്പെട്ട ആളുകളാവാം, പട്ടികവർഗത്തിൽപ്പെട്ടവരാവാം, മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരാവാം, സാധാരണ സമൂഹത്തിൽപ്പെട്ടവരാവാം, മനുഷ്യർക്കെതിരായിട്ട് നടക്കുന്ന കയ്യേറ്റങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ അങ്ങേക്ക് ബാധ്യതയില്ലേ? പ്രത്യേകിച്ചും അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായ ഒരു സംഭവം, കന്യാസ്ത്രീകളെ ആക്ഷേപിച്ചു. ഇവിടെ പല BJP നേതാക്കളും അരമനകൾ കയറിയിറങ്ങി. പക്ഷേ സുരേഷ് ഗോപി അതേക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നാട്ടിൽ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത്. ഞാൻ ജയിച്ചാൽ എനിക്ക് ചുറ്റും എത്ര വകുപ്പാണ്? 10 വകുപ്പുകൾ, മന്ത്രാലയങ്ങൾ, അതൊക്കെ എൻ്റെ സേവനത്തിന് വേണ്ടി ഉണ്ടാകും. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഈ ഇന്ത്യയിൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ മകളുടെ കല്യാണത്തിന് വന്നത് ആരാ? പ്രധാനമന്ത്രിയാണ്. അപ്പൊ പാവപ്പെട്ട ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ഇന്നിപ്പോ അവരെല്ലാം നോക്കിക്കാണുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു കറുത്ത പുള്ളിയായി ശ്രീ സുരേഷ് ഗോപി ഇന്ന് മാറിയിരിക്കുകയാണ്. അപമാനകരം എന്നല്ലാതെ മറ്റെന്താണ് അങ്ങയെക്കുറിച്ച് പറയാൻ കഴിയുക? അങ്ങൊരു നടനാണ്. സിനിമയിൽ അങ്ങ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങ് സിനിമയിൽ കുറെ അഭിനയിച്ച് പണമുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. അങ്ങ് ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ നടനം അല്ല പ്രധാനം. മനുഷ്യ ജീവിതത്തോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുക എന്നുള്ള ദൗത്യം ഈ വ്യവസ്ഥയിൽ ജനപ്രതിനിധികൾക്ക് ബാധകമായ ഒരു കാര്യമാണ്. പക്ഷെ അങ്ങ് ആ കാര്യം പാടെ വിസ്മരിക്കുന്നു. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് അങ്ങേക്ക് വല്ല ചിന്തയുണ്ടോ? ഇപ്പോ BJP-ക്കാർ നടന്നു പറയുന്ന ഒരു കാര്യം എന്താ? MP ഓഫീസ് തുറന്നു. ഞാൻ എൻ്റെ പൊതുജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഒരു ജനപ്രതിനിധിയുടെ ഓഫീസ് തുറക്കുമ്പോ അദ്ദേഹം ആ ചടങ്ങിലില്ല. MP-യുടെ ഓഫീസ് ഇവിടെ ആരംഭിക്കുന്ന ദിവസം അദ്ദേഹം ഇല്ല. ഇപ്പൊ BJP-യുടെ നേതാവ് വിശദീകരിച്ച് അദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തു. എവിടെയാണ് MP എന്നാണ് ചർച്ചയുടെ ചോദ്യം. അപ്പൊ ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു BJP നേതാവ് പ്രതികരിക്കുന്നത്, അദ്ദേഹത്തിന് ഭയങ്കര തിരക്കാണ്. മണിപ്പൂരിലാണ് അദ്ദേഹം. മണിപ്പൂരിൽ എന്ത് ചെയ്യാൻ? മണിപ്പൂരിൽ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ആയിരക്കണക്കിന് മനുഷ്യരുടെ വീടും അവരുടെ സ്വത്തും തകർക്കപ്പെട്ട മണിപ്പൂർ, എത്രയോ മനുഷ്യർ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട മണിപ്പൂർ. ആ മണിപ്പൂരിൽ ഇതുവരെയും സമാധാനം പൂർണ്ണമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. 2 ജനവിഭാഗങ്ങളെ ശത്രുക്കളാക്കി പരസ്പരം പോരടിപ്പിച്ച് ചോരയൊഴുക്കി കലാപമുണ്ടാക്കി കത്തിക്കാളിയപ്പോൾ എത്ര മാസമായി ഈ നിമിഷം വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് പോയിട്ടില്ല, മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല. ആ മണിപ്പൂരിലെ ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ ഒരു പരിശ്രമവും നടത്തിയിട്ടില്ല. സുരേഷ് ഗോപി അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? ഈ നാട്ടിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ ശ്രീമാൻ സുരേഷ് ഗോപി മൗനം അവലംബിച്ചുകൊണ്ട് തുടരുകയാണ്.